Hello dear children, welcome to Kids Area Online, Class 2. നാളെ ഇൻ്റഗ്രേഷൻ എക്സാം ആണ്. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാലോ? റെഡിയാണോ? യെസ്, ഓക്കെ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് December 29 തിങ്കൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ ഉള്ളത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും വൈകിട്ട് 1 hour ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9746487799. കിഡ്സ് ഏരിയ ഓൺലൈൻ അതുപോലെ സ്പെഷ്യലായിട്ട് നൽകുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇംഗ്ലീഷും മലയാളവും എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ വെക്കേഷൻ സമയത്താണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. താല്പര്യമുള്ളവർക്ക് അതിനും ജോയിൻ ചെയ്യാം. നിങ്ങളത് ഓർമ്മയിൽ വെക്കാം. ഡിയർ ചിൽഡ്രൻ, ആനയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന പഴഞ്ചൊല്ല് അല്ലെങ്കിൽ കടങ്കഥ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇവിടെ ടീച്ചർ 4 കടങ്കഥകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ആനയെക്കുറിച്ച് കടങ്കഥ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന കടങ്കഥകൾ ഏതൊക്കെയാ? കറുത്ത പാറയ്ക്ക് 4 തൂണ്. അതിൻ്റെ കാല് കണ്ടോ? കറുത്ത പാറയ്ക്ക് 4 തൂണുകൾ. ആരാ? ആന. ഉത്തരം എന്താ? ആന. കാട്ടിൽ ഒരു മുത്തശ്ശി മുറം വീശി വീശി. ആന ചെവിയാട്ടെന്ന് കണ്ടിട്ടുണ്ടോ? കാട്ടിലൊരു മുത്തശ്ശി മുറം വീശി വീശി. ഉത്തരം എന്താ? ആന. കാട്ടിലൊരു കരിമ്പാറ ഉരുണ്ടുരുണ്ടു പോകുന്നു. കാട്ടിലൊരു കരിമ്പാറ, കറുത്ത പാറ ഉരുണ്ടുരുണ്ടു പോകുന്നു. ഉത്തരം എന്താ? ആന. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. ഉത്തരം എന്താ? ആന. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്, കറുത്ത പാറയ്ക്ക് 4 തൂണ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? എഴുതാം. അപ്പം അതിനെക്കുറിച്ചുള്ള കടങ്കഥ ഓർമ്മയിരിക്കുമല്ലോ. പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോസ്റ്റർ ഉണ്ട്. തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. ഈച്ച വന്നിരിക്കും അല്ലേ? തുറന്നു വെച്ച ആഹാര സാധനങ്ങൾ കഴിക്കരുത്. ഇതുപോലെ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കണം. നല്ല ആഹാരശീലവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ. ആഹാരശീലവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ ടീച്ചർ 2 സെന്റൻസ് പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എഴുതേണ്ട നല്ല ആഹാരശീലത്തിന് തയ്യാറാക്കേണ്ട പോസ്റ്റർ. രുചിയോടൊപ്പം ഗുണവും പ്രധാനം. രുചിയോടൊപ്പം നമ്മൾ രുചി നോക്കിയാണല്ലോ ആഹാരം കഴിക്കുന്നത്. രുചി മാത്രം നോക്കിയാൽ പോരാ, ആഹാരത്തിന്റെ ഗുണവും എന്താണ് നോക്കേണ്ടതായിട്ടുണ്ട്. രുചിയോടൊപ്പം ഗുണവും പ്രധാനം. മറ്റൊന്നാണ് നല്ല നാളേക്കായി നല്ല ആഹാരം ശീലമാക്കാം. നല്ല നാളേക്കായി നല്ല ആഹാരം ശീലമാക്കാം. അപ്പോൾ 2 കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. ആഹാരശീലവുമായി ബന്ധപ്പെട്ട 2 പോസ്റ്റർ വാക്യങ്ങളാണ്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ചിത്രം വരയ്ക്കുക, ഈ സെന്റൻസ് എഴുതുക, ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ചിത്രം വരയ്ക്കാം. ആ സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കാം. ഇതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എഴുതാം. എഴുതിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചിത്രവും വരയ്ക്കാം. സെന്റൻസ് എഴുതുക, ചിത്രവും വരയ്ക്കുക. അപ്പോൾ ഒന്നാമത്തേത് രുചിയോടൊപ്പം ഗുണവും പ്രധാനം. നല്ല നാളേക്കായി നല്ല ആഹാരം ശീലമാക്കാം. ആഹാരശീലവുമായി ബന്ധപ്പെട്ട 2 പോസ്റ്റർ വാക്യങ്ങൾ ഏതൊക്കെയാണ്? രുചിയോടൊപ്പം ഗുണവും പ്രധാനം, നല്ല നാളേക്കായി നല്ല ആഹാരം ശീലമാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം തയ്യാറാക്കുക. ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഭവം തയ്യാറാക്കുക. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ചേരുവകൾ എഴുതാനുണ്ടാവും. ആദ്യം നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭവത്തിൻ്റെ പേര്, ആ വിഭവത്തിൻ്റെ പേര് എഴുതുക. എന്നിട്ടോ ചേരുവകൾ, അത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം. മൂന്നാമതോ തയ്യാറാക്കുന്ന വിധം. ഈ 3 കാര്യങ്ങളാണ് വിഭവം തയ്യാറാക്കുമ്പോൾ വേണ്ടത്. ഒന്നാമത് വിഭവത്തിൻ്റെ പേര്. ഇപ്പോൾ ടീച്ചറുടെ എന്താണ് തയ്യാറാക്കുന്നതെന്ന് അറിയാവോ? പഴംപൊരി തയ്യാറാക്കാനായിട്ട് പോവാണ്. ടീച്ചർ തയ്യാറാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരെന്താണ്? പഴംപൊരി. അപ്പോൾ പഴംപൊരി എന്ന് എന്ത് ചെയ്യണം? വിഭവത്തിൻ്റെ പേര് എന്തെന്ന് എഴുതണം?
പഴംപൊരി. അപ്പം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഓർമ്മിച്ച് വയ്ക്കുക, പഴംപൊരി. അപ്പം എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകളാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ വാഴപ്പഴം, പഴുത്ത വാഴപ്പഴം വേണം. മൈദാമാവ് വേണം, മൈദാമാവ്. കുറച്ച് പഞ്ചസാര വേണം. അളവെഴുതണമെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ഒരു 2 സ്പൂണോ 1 സ്പൂണോ മതി. മഞ്ഞൾപ്പൊടി, നിറം കിട്ടാൻ വേണ്ടി എന്ത് വേണം? മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പ് വേണം, വെള്ളം വേണം, അത് പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വേണം, എണ്ണയിൽ വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടത്. പഴുത്ത വാഴപ്പഴം, മൈദാമാവ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, അവസാനം വെളിച്ചെണ്ണ. അടുത്ത് വരുന്നത് തയ്യാറാക്കുന്ന വിധം. എങ്ങനെയാ തയ്യാറാക്കുക? ഒരു വലിയ പാത്രത്തിൽ മാവും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം? കുറേശ്ശെ വെള്ളം ഒഴിച്ച് നേരത്തെ കുഴമ്പ് രൂപത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കി മാറ്റി വെക്കുക. ഒരു വലിയ പാത്രത്തിൽ മാവും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് കൈകൊണ്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നേരത്തെ കുഴമ്പ് രൂപത്തിൽ, ഒരുപാട് വെള്ളമാവാതെ ഒരു ബാറ്റർ തയ്യാറാക്കണം. കുഴമ്പ് രൂപത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കി വെക്കണം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഓരോ ഏത്തപ്പഴങ്ങളും തൊലി കളഞ്ഞ് നടുവേ 2ആയി മുറിച്ച് മാവിൽ മുക്കി എണ്ണയിലിടുക. ഇരുവശവും നല്ലതുപോലെ മൊരിയുമ്പോൾ കോരിയെടുക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വാഴയ്ക്കപ്പം തയ്യാറാക്കുന്നത് മനസ്സിലായല്ലോ. ആദ്യം ചേരുവകളെല്ലാം കൂടി ഇളക്കി കുഴമ്പ് രൂപത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കണം. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാകാൻ വയ്ക്കണം. പഴുത്ത ഏത്തപ്പഴം എന്ത് ചെയ്യണം? തൊലി കളഞ്ഞ് നടുവേ 2ആയിട്ട് മുറിച്ച് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ മാവിൽ മുക്കി എണ്ണയിലിടണം. നല്ലതുപോലെ മൊരിയുമ്പോൾ അത് കോരിയെടുക്കണം. ഇങ്ങനെയാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കുക. അപ്പോൾ ചേരുവകൾ പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം, നിങ്ങൾക്ക് വേറെ വിഭവം അറിയാമെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി ഇതല്ല വേറെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വിഭവത്തിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ഏതെങ്കിലും ഒരു വിഭവം പഠിച്ചിട്ട് പോവുക. പേര് വേണം, ചേരുവകൾ വേണം, തയ്യാറാക്കുന്ന വിധം വേണം. മനസ്സിലായോ? വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ. വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തൊഴിലുകളുണ്ട്? വീട് പണിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തൊഴിലുകളുണ്ട് അറിയാവോ? എന്തൊക്കെയുണ്ട്? തടിപ്പണിയുണ്ട്. ഇനിയോ ഇതെന്താ? കല്ല് കെട്ടാനുണ്ട് അല്ലേ? ചുമര് കെട്ട് പണി. അപ്പോൾ ചുവര് കെട്ട് പണിയുണ്ട്. വേറെ എന്തുണ്ട്? തടിപ്പണി കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യണ്ടേ? അതിന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പിയൊക്കെ കെട്ടണ്ടേ? കമ്പി കെട്ടലുണ്ട്. കമ്പി കെട്ടൽ ജോലിയുണ്ട്. കമ്പി കെട്ടിക്കഴിഞ്ഞാലോ പെയിന്റ് ചെയ്യണ്ടേ? പെയിന്റിങ് വരും. പ്ലംബിംഗ്, വെള്ളം വേണ്ടേ? പ്ലംബിംഗ് ഉണ്ട്. വെള്ളത്തിന്റെ പണിയുണ്ട്. ഇതുപോലെ ഒത്തിരി പണികൾ ഒരു വീട് പണി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ഒരു വീട് വയ്ക്കുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണികളുണ്ട്. ഇവിടെ ചുമടെടുക്കുന്ന പണി കണ്ടോ? അവർ കല്ല് കൊണ്ടുവരുന്നുണ്ട്. ചുമട്ട് തൊഴിൽ കണ്ടോ? അവർ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വച്ചത് എന്ത് ചെയ്യുന്നു? ചുവര് കെട്ടുന്നു. ഓക്കെ, അപ്പോൾ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. അടുത്തതാണ് ഏതെല്ലാം രീതിയിലാണ് വീടുകളുള്ളത്? ഏതെല്ലാം രീതിയിലുള്ള വീടുണ്ട്? ഇത് ഏതാണ്? സിമന്റ് കൊണ്ട് വാർത്ത കോൺക്രീറ്റ് വീടാണ്. കോൺക്രീറ്റ് അല്ലെങ്കിൽ വാർത്തിട്ട വീട്. കോൺക്രീറ്റ് ചെയ്ത വീട് അല്ലെ? കോൺക്രീറ്റ് വീടുണ്ട്. ഇതെന്ത് വീടാണ്? ഓലമേഞ്ഞ വീട്. രണ്ടാമത്തത് എന്താണ്? ഓലമേഞ്ഞ വീടുണ്ട്. ഇതെന്താണ്? ഓട് പാകിയ വീട് അല്ലേ? ഓടിട്ട വീടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഷീറ്റിട്ട വീടുണ്ട്. അപ്പോൾ ഇവിടെ വീടുകൾ എങ്ങനെയെല്ലാം രീതിയിലാണ്? കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. വീട് കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ഓല മേഞ്ഞുണ്ടാക്കാറുണ്ട്. ഓട് പാകി ഉണ്ടാക്കാറുണ്ട്.
ഷീറ്റ് ഇട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ വീടുകൾ ഏതെല്ലാം രീതിയിൽ പണിയുന്നുണ്ട്? വീടിന് മേൽക്കൂര, ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ? അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നാൽ ശരിയായിട്ട് എഴുതുമല്ലോ. ചിത്രത്തിന് യോജിച്ച വാക്യങ്ങൾ എഴുതാം. ഇത് ടീച്ചർ നേരത്തെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളത് തുടർന്ന് കാണുക. നിരനിരയായി പലതരം കച്ചവടക്കാർ, വാദ്യക്കാരും മേളക്കാരും, പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന, പല നിറത്തിലുള്ള ബലൂണുകൾ, ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. അപ്പൊ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? പല നിറത്തിലുള്ള ബലൂണുകൾ. പല നിറത്തിലുള്ള ബലൂണുകൾ. ഇവിടെ നോക്കിയേ, ഈ ചിത്രം കണ്ട് നിങ്ങൾ ഏതാ മാച്ച് ചെയ്യുക? ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. ഇത് കണ്ടാലോ? നിറയെ കച്ചവടം. നിരനിരയായി പലതരം കച്ചവടക്കാർ. നിരനിരയായി പലതരം കച്ചവടക്കാർ. ഈ ചിത്രം കണ്ടാലോ? വാദ്യക്കാരും മേളക്കാരും. വാദ്യക്കാരും മേളക്കാരും. ഈ ചിത്രമാണെങ്കിലോ? പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. അപ്പൊ ചിത്രം നൽകിയാൽ ചിത്രത്തിന് യോജിച്ച വാക്യം കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എല്ലാ സെന്റൻസും എല്ലാ വാക്യങ്ങളും വായിച്ചു നോക്കി അർത്ഥം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ചിത്രത്തിന് യോജിച്ചത് എടുത്തെഴുതുക. നിങ്ങൾ പങ്കെടുത്ത ഉത്സവത്തിന്റെ അനുഭവക്കുറിപ്പ് എഴുതുക. അനുഭവക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഒരു അവധി ദിവസം വൈകുന്നേരം അച്ഛനും അമ്മയും ഞാനും ചേട്ടനും കൂടി ഉത്സവം കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ നിറയെ ആൾക്കൂട്ടം. നിരനിരയായി നിറയെ കച്ചവടക്കാർ. നിറയെ ബലൂൺ കച്ചവടക്കാരെയും ഞാൻ കണ്ടു. അവരുടെ കയ്യിൽ നിന്നും അച്ഛൻ എനിക്ക് കുരങ്ങൻ ബലൂൺ വാങ്ങിത്തന്നു. നെറ്റിപ്പട്ടം കെട്ടിയ 3 ആനകൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആനയെ തൊട്ടു നോക്കി. അവിടെ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഓട്ടം തുള്ളലും കണ്ടു. രാത്രിയുള്ള വെടിക്കെട്ടും കണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അന്നത്തെ ഉത്സവ കാഴ്ച വളരെ രസകരമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? അന്ന് നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങളും അതെല്ലാം ചേർത്ത് എഴുതുന്നതാണ് അനുഭവക്കുറിപ്പ്. ഓക്കെ. നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് കൂട്ടുകാരനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് കൂട്ടുകാരനെയോ കൂട്ടുകാരിയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. എങ്ങനെ എഴുതാം? കത്തെഴുതുമ്പോൾ ടീച്ചർ ഇന്നലെ പറഞ്ഞു തന്നു. ആദ്യം ശ്രദ്ധിക്കാനുള്ള സ്ഥലം എഴുതുക, തീയതി എഴുതുക. സ്ഥലം, തീയതി. ഇനി ആർക്കാണോ എഴുതുന്നത് അവരെ വിളിക്കുക. പ്രിയപ്പെട്ട മനുവിന്. പ്രിയപ്പെട്ട മനുവിന് ഒരു കോമ എഴുതുക. ആദ്യം നമ്മൾ സുഖവിവരമാണ് അന്വേഷിക്കാനുള്ളത്. നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. നിനക്ക് സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു. അടുത്ത എന്താണ്? നിങ്ങളുടെ ഉത്സവത്തിന് ക്ഷണിച്ചുകൊണ്ടാണ് അല്ലേ? അപ്പൊ നിന്റെ വീട്ടിൽ സ്റ്റാർ തൂക്കിയോ? ഞങ്ങളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കി, ലൈറ്റ് ഇട്ടു, പുൽക്കൂട് ഒരുക്കി. അതുമാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ കരോൾ വരുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷിക്കാൻ നീ ഞങ്ങളുടെ വീട്ടിൽ വരുമോ? ഉറപ്പായിട്ട് നീ വരണം. ഞാൻ നിന്നെ കാത്തിരിക്കും. നമുക്ക് നല്ല കേക്കൊക്കെ കഴിക്കാം. അപ്പൊ ഇതാണ് മനുവിന് എഴുതിയ ഒരു കത്താണ്. ഇതേ മാതൃകയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കത്തെഴുതാം. സ്നേഹത്തോടെ പീലി. ഇവിടെ സ്ഥലവും തീയതിയും മുകളിൽ വലതുവശത്ത് എഴുതി. സ്നേഹത്തോടെ പേരെന്ത് ചെയ്തു? താഴെ വലതുവശത്ത് എഴുതി. പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ആർക്കാണ് എഴുതുന്നത് അവരുടെ പേരെഴുതുക. കോമ ഇടുക. ആദ്യം നമ്മൾ സുഖവിവരം അന്വേഷിക്കുക. എന്നിട്ട് പറയാനുള്ള കാര്യം എന്ത് ചെയ്യുക? പറയുക. ഉത്സവത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. അപ്പം ഇതുപോലെ ക്ഷണക്കത്ത് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റാണ്ട് എഴുതുക. നോട്ടീസ് ഓർമ്മയുണ്ടല്ലോ? യെസ്. ക്ഷണക്കത്ത് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അപ്പോൾ തെറ്റാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. സംശയങ്ങളൊക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിരിക്കും. നാളെ എക്സാം നല്ലതുപോലെ എല്ലാവരും എഴുതുക. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.